ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വാക്യം യിരെമ്യാ പ്രവചനം 17:7. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ വാക്യം, അതിൻ്റെ അടുത്ത വാക്യം യിരെമ്യാ പ്രവചനം 17:8. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ആദ്യത്തെ വാക്യം നമ്മൾ വായിച്ചത് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ നാം 1 ശമൂവേൽ 30 നമ്മൾ സിക്ലാഗ് ചുട്ട് നശിപ്പിച്ച് അവിടുന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ പിടിച്ചു കൊണ്ടുപോയ അമാലേക്യരെ പിന്തുടരാനായിട്ട് ദാവീദ് പുറപ്പെടുന്ന ഒരു രംഗം നമ്മൾ കണ്ടു. അപ്പോൾ ദാവീദ് പുറപ്പെട്ട് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരന് വയലിൽ അവിടെ കിടക്കുന്നതായിട്ടോ മറ്റോ തൻ്റെ കൂടെയുള്ളവർ കണ്ടിട്ട് ദാവീദിൻ്റെ അടുത്തേക്ക് ആ മനുഷ്യനെ കൊണ്ടുവരുന്നു. അപ്പോൾ ആ മനുഷ്യനോട് ചോദിക്കുന്നു, നീ എവിടുത്തുകാരനാ, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ഞാൻ മിസ്രയീമ്യനാണ്. എനിക്ക് 2-3 ദിവസം മുൻപ് വല്ലാത്ത അസുഖം പിടിപെട്ടു. ഞാൻ അമാലേക്യർക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നെ അവർ ഉപേക്ഷിച്ചു പോയി. കാരണം എനിക്ക് അസുഖം കഠിനമായി തീർന്നതുകൊണ്ട് എന്നെ കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് ആകും എന്ന് ചിന്തിച്ച് അവരെന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോയി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ദാവീദിന് വേണ്ടി അമാലേക്യരെ കണ്ടുപിടിക്കാൻ ഒരു വ്യക്തിയെ ദൈവം അവിടെ ആക്കിയിരുന്നതായിട്ടാണ് നാം കാണുന്നത്. അപ്പോൾ ഈ വ്യക്തി, ഈ മിസ്രയീമ്യനാണ് ദാവീദിന് എത്രയും വേഗം അമാലേക്യരെ കണ്ടുപിടിക്കാനായിട്ടും അവരെ ജയിക്കാനായിട്ടും തങ്ങളുടെ കുടുംബാംഗങ്ങളെ തിരികെ കൊണ്ടുവരാനായിട്ടുമൊക്കെ സഹായമായതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ നമ്മൾ എന്താണ് നാം ധ്യാനിക്കേണ്ടതായ വിഷയം? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പം ദാവീദ് ഒരു ഭാഗ്യാവസ്ഥയിൽ എത്തിച്ചേർന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ദൈവം ആണ് തനിക്ക് എല്ലാറ്റിലും മേലായി ആശ്രയമായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ എപ്പോഴും പച്ചയിലയുള്ളതായ നല്ല മരമായിട്ട്, തക്ക സമയത്ത് ഫലം കായ്ക്കുന്ന മരമായിട്ട്, അനേകർക്ക് ഉപകാരപ്പെടുന്ന ഒരു മരമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചവൃക്ഷം പോലെ, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ. ഇവിടെ ആറ്റരികത്ത് നട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്ന വ്യക്തിയെയാണ് ആറ്റരികത്ത് നട്ടിരിക്കുന്ന മരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്നും ആലോചന ലഭിക്കുന്നു, ദൈവത്തിൽ നിന്നും പരിപാലനം ലഭിക്കുന്നു, ദൈവത്തിൽ നിന്നും പോഷണം ലഭിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ ആറ്റരികത്ത് നട്ടിരിക്കുന്ന മരം. അപ്പോൾ അത് മനുഷ്യർക്കൊക്കെയും പ്രയോജനമുള്ളതാണ്. അത് പച്ച ഇലകളുള്ളത് കൊണ്ട് അത് തണൽ മരമാണ്, തക്ക സമയത്ത് ഫലം കൊടുക്കുന്നതാണ്, മറ്റുള്ളവർക്ക് ആശ്വാസമുള്ള രീതിയിൽ ആ ഒരു മരമായിട്ട് അവിടെ നിൽക്കുന്ന ദാവീദിനെയാണ് നമ്മളിവിടെ കാണുന്നത്.
അതെന്താണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് അവിടെ കിട്ടിയ കൊള്ളയിൽ നിന്നൊക്കെയും താന് ആ ബെസേർ തോട്ടിൻ്റെ അവിടെ മുന്നോട്ട് പോകാൻ കഴിവില്ലാതെ താമസിച്ച ആ വ്യക്തികൾക്കും ഈ കൊള്ളയുടെ ഓഹരി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ മറ്റ് പലരും, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും നേരത്തെയുള്ള പരിചയക്കാരുമായിട്ടുള്ള സിക്ലാഗിനടുത്തുള്ള മറ്റനേകം ആളുകൾക്ക് കൊള്ളയുടെ പങ്ക് കൊടുത്തയക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. ആ കാലത്ത് ആഹാര സാധനങ്ങൾക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ തനിക്ക് വേണ്ടി തന്നെ കൂട്ടിവെക്കാതെ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനമാകത്തക്കവണ്ണം തനിക്ക് കിട്ടിയ നന്മകളെ അവർക്കൊക്കെയും കൊടുത്തയക്കുന്ന ഒരു ദാവീദിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതാണ് തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായ ഒരു വ്യക്തിയായിട്ട് എങ്ങനെ ദാവീദിനായിരിക്കാൻ സാധിച്ചു എന്ന് വെച്ചാൽ യഹോവയെ തന്നെ ആശ്രയമാക്കിയത് കൊണ്ടാണ്. എവിടെയും യഹോവയുടെ ദൈവത്തിൻ്റെ സഹായം, അനുഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.